നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പരിപാടി അല്പം വൈകിയതിൽ നിങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നെൻ്റെ ജന്മദിനം ചെറിയ രീതിയിലുള്ള ആഘോഷം ഉണ്ടായിരുന്നില്ല. തന്നെയല്ല, നൂറുകണക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെങ്കിലും അവരെ നിരുത്സാഹപ്പെടുത്തിയതിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ഗഫൂർ പുതുപ്പാടി എന്നൊരു ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം അകാലത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഇന്ന് ഓർമ്മ ദിനമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പാവങ്ങളും ഉണ്ടെങ്കിൽ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ദുആ ചെയ്യാം. മറ്റൊന്ന്, ഇന്ന് പ്രധാനമായിട്ടും പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുസ്ലിം സമുദായത്തോടുള്ള ഒരു മുന്നറിയിപ്പും മറ്റിതര സമുദായങ്ങളോടുള്ള ഒരു അറിയിപ്പുമാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മാവുണ്ടെങ്കിൽ അത് ഒരു കൊമ്പിൽ മാങ്ങ കൂടുതലുണ്ടെങ്കിൽ ആ കൊമ്പ് അഹങ്കാരം കൊണ്ട് ഉയരല്ല ചെയ്യുന്നത്, അത് താഴുകയാണ്. എന്ന് പറഞ്ഞാൽ അറിവും സമ്പത്തും സൗന്ദര്യമൊക്കെ കൂടിയാൽ നമ്മൾ കൂടുതൽ വിനയാന്വിതരായിരിക്കണം. ഉദാഹരണം, നിങ്ങളൊരു SI ഓഫീസ് നോക്ക്, അവിടെ ചില പേരിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലുള്ള SP ഉണ്ടല്ലോ, SP-യുടെ ഓഫീസ് ചെല്ലുമ്പോൾ ഇരിക്കാൻ പറയും, കഴിയുന്നതും ഒരു കുടിക്കാൻ പറയും. എന്നിട്ട് ക്ഷമാപൂർവ്വം അദ്ദേഹം ആ കേൾക്കും. അതാണ് പക്വതയും പാകതയും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വികാരത്തിന് അടിമപ്പെടാതെ വിവേകത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ഉത്തമ അല്ലെങ്കിൽ മാതൃകാ സമൂഹമായി മുസ്ലിം സമുദായം വളരുമെന്ന് ആദ്യം അവസാനമായിട്ട് ഞാൻ നിങ്ങളോടും പറയണം. എന്താ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 2050 എന്നൊക്കെ പറയുന്നത്, അതൊന്നും വേണ്ടി വരില്ല, വർഷങ്ങൾക്കുള്ളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സമുദായം മതം ഇസ്ലാം മതമായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാന കാരണം, നമ്മൾ അധിവസിക്കുന്ന ഭൂമി വളരെ ചെറുതാണ്. അതിനേക്കാൾ ചെറിയ ഗ്രഹം ഉണ്ടെങ്കിലും അതിനേക്കാൾ ബൃഹത്തുമാണ് പ്രപഞ്ചം അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ കടാഹം, സൗരയൂഥം, യൂണിവേഴ്സിൽ എന്നൊക്കെ പറയുന്നത്. യൂണിവേഴ്സ് വലിപ്പത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, അതിന് സമയമില്ല. പക്ഷെ അങ്ങനെ ബൃഹത്തുമായി ഇത്രയും വിപുലമായി യൂണിവേഴ്സിനെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ഭൂമിയിൽ ജനിച്ചു വന്ന ഒരു രാജാവിൻ്റെ മകനോ ഒരു പിതാവിൻ്റെ മകനല്ല എന്ന് ഇന്നത്തെ ആധുനിക തലമുറ മനസ്സിലാക്കി അവർ സത്യത്തിന് അന്വേഷണം എടുക്കണം. സത്യം അന്വേഷിച്ച് വരുമ്പോൾ ഒരു രാജാവിൻ്റെ മകനോ ഒരു അച്ഛൻ്റെ മകനോ അല്ല ദൈവം മറ്റൊന്നാണ്. അത് എല്ലാവർക്കും പ്രാപ്യമായ, എല്ലാവർക്കും എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒരു അമാനുഷ്യ ശക്തി, രൂപമില്ല ശക്തിയാണെന്നും മനസ്സിലാക്കി. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞു വരുന്നതും മുസ്ലിം സമുദായം കൂടും. അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ കഴിവായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. പക്ഷേ അത്ര സംസ്കാരവും മഹത്വമാണ് ഇസ്ലാമിക തത്വം. അത് മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാപമാണെന്ന് പറയുന്ന ഖുർആനും ഖുർആൻ്റെ തത്വസംഹിതയും അത് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെ ഒരു മോശക്കാരനാവും? മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുക തെറ്റാണെങ്കിൽ പിന്നെ പ്രവർത്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു മാതൃക കാണിക്കടല്ലേ? എന്തൊക്കെ പ്രലോഭനമായാലും മുസ്ലിം സമുദായം വികാരത്തിൽ അടിമപ്പെടാതെ വിവേകത്തിൽ അടിമപ്പെടണം. ഇപ്പം ചില തീവ്രവാദ പാർട്ടികളോ തീവ്രവാദ പ്രസ്ഥാനങ്ങളോ തീവ്രവാദ പ്രവർത്തകരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, എല്ലാ ജാതിയിലുണ്ട്. അവർക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ അറിയാതെ എടുത്തുചാട്ടക്കാരാണ്. പ്രത്യേകിച്ച് മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് മുസ്ലിം സമുദായത്തിൽ ആ എടുത്തുചാടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ അവരെല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിശീലനത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും ബോധവൽക്കത്തിൻ്റെയും ഫലമായിട്ട്, ഏതായാലും 19 വർഷമായി ഞങ്ങളിത് ഫലമായിട്ട് അവരെല്ലാം കുറച്ചുകൂടിയൊക്കെ വ്യത്യസ്തമായ രീതിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ദേഷ്യപ്പെടരുത്, പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ
ഒരു 50 വർഷം മുമ്പ് ഒരു മുസ്ലിമാനെ ആരെങ്കിലും പന്നി വിളിച്ചാൽ അവന് അടിക്കണം എന്നൊക്കെ ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറിയിട്ട് പന്നിയും പട്ടിയും മനുഷ്യ എന്നുള്ള തിരിച്ചറിവ് വന്ന് ഒരാൾ പന്നി കളിച്ചാൽ അവൻ പന്നിയാവും, വിളിക്കില്ല. അപ്പം അങ്ങനെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ലോകത്ത് നിന്ന് മുസ്ലിം സമുദായം ഒന്നാമതായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാര്യം പറയുമ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് സംഘപരിവാർ അല്ലെങ്കിൽ BJP ആണ്. ആ BJP വിചാരിച്ചാലും ഇന്ത്യയിൽ ജനസംഖ്യയിൽ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല. വല്ല 10, 500, 100 പേരൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, ഇലകളുണ്ടാക്കി കൊല്ലാം. അതിൽ കൊല്ലാൻ പറ്റില്ല, കൊല്ലാതെ മറുപടിയുണ്ടേ. ഉദാഹരണം പറഞ്ഞാൽ ഇസ്രായേൽ എടുത്തോക്ക്, എത്ര ലക്ഷം കോടി ഡോളർ മുടക്കിയാണ് ആ യുദ്ധത്തിൽ അവർ മുടക്കിയത്. ഇത് കൊന്നത് എത്ര പേരുണ്ട്? ഒരു 60,000-ഓളം പിഞ്ചു മക്കൾ അധികം മക്കൾ. അത് 1,00,000 പേര് പരുക്കാക്കി. അത് അവർ മുടക്കിയതോ എത്ര ലക്ഷം കോടി ഡോളറാണ്. എന്നിട്ട് എന്തെങ്കിലും നേടിയില്ല. യുദ്ധം ആരും നേടുമില്ലെന്ന് മാത്രമല്ല, നശിപ്പിക്കുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. ആ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എടുത്തു ചാടാതെ മറ്റാൾ കഴിയുന്നും ഉപദ്രവിക്കാത്ത രീതിയിൽ, മനസ്സുകൊണ്ട് പോലും മോശമായി ചിന്തിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയി മാതൃകാ പുരുഷന്മാരും മാതൃകാ യുവാക്കളുമായി തീരണമെന്ന് ആദ്യം അവസാനമായിട്ട് നമ്മൾ പറയാണ്. മുസ്ലിങ്ങളോട് പറയണം, മറ്റ് സമുദായത്തോട് പറയുമ്പോൾ ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കി നിങ്ങളും കുറച്ചുകൂടിയൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഈ ഇസ്ലാം മതത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും കാരണമായിട്ടും അകാരണമായിട്ടും ക്രിസ്ത്യാനികളോ സംഘികളോ അല്ലെങ്കിൽ കാസകളോ മറ്റ് യൂറോപ്യൻസോ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഈ മതത്തെ നശിപ്പിക്കാനും തകർക്കാനും അശ്രാന്ത പരിശ്രമമാണ്. എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഇപ്പോൾ എത്ര കോടി മുടക്കിലും മതപരിവർത്തനത്തിൽ കൂടി ആൾ കൂട്ടാൻ നോക്കി എത്ര പേരുണ്ടാവും? 10, 100 അല്ലെങ്കിൽ 200 പേരുണ്ടാവും. അല്ലൊരു ഗ്യാങ് ആയിട്ട് 50,000 പേര് 1,00,000 പേരൊന്നും മതപരിവർത്തനത്തിന് വേണ്ടി എത്ര പണം മുടക്കിയാലും വരില്ല. പിന്നെയുള്ളത് വംശം വർദ്ധനമാണ്. അത് 1, 2, 4, 8, 16 അങ്ങനെ അങ്ങോട്ടാണ് ജനസംഖ്യ വന്നത്. ഇപ്പം നമ്മളൊന്ന് നമുക്കൊന്നൊരു മുദ്രാവാക്യം. പണ്ട് ഞങ്ങൾ ത്രികോണമായിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുടുംബാസൂത്രണ ബോർഡ് ത്രികോണമാണ്. ആ ത്രികോണം കാണുമ്പോൾ പിള്ളേരെ ഇല്ലാതാക്കൾ വഴി അന്ന് പറഞ്ഞിട്ട് കല്ല് വെച്ച് റിയാക്ട് ചെയ്യരുത് അന്ന്. അത് കഴിഞ്ഞ് നമ്മൾ 2 നമുക്ക് 2ആയി. അത് കഴിഞ്ഞ് പിന്നെ മുദ്രാവാക്യം വന്നു നമ്മളൊന്ന് നമുക്കൊന്ന്. പക്ഷെ അതിൻ്റെ അപകടം ചൈനയെ പോലെ രാജ്യങ്ങൾ, ജപ്പാനെ പോലെ രാജ്യങ്ങൾ മനസ്സിലാക്കി. ജനസംഖ്യ വളരെ താഴോട്ട് പോകും. അതുകൊണ്ട് അത് പ്രായോഗികമല്ല. 1/1 ആകുമല്ലോ, വർധനവും ഉണ്ടാവില്ല, കാര്യമായിട്ട് പിന്നെ കുറച്ച് താഴോട്ട് പോകും. എന്നാൽ 1/3 ആകുമ്പോഴോ വർധനം അമിതമായിരിക്കും. അപ്പോൾ 1/2 ആണ് സാധാരണ അംഗീകൃതമായിട്ട് അല്ലെങ്കിൽ പറ്റുന്നത്. അത് തന്നെ കണ്ടില്ല. 1950 ഇന്ത്യയിലെ ജനസംഖ്യ കേവലം 35 കോടിയായിരുന്നു. ആ 35 കോടിയിൽ നിന്ന് 30% വോട്ട് ചെയ്താണ് നെഹ്റു പ്രധാനമന്ത്രിയായത്. ആ ജനസംഖ്യ 35 കോടിയിൽ നിന്ന് 47, 50 പോയിട്ട് 20, 75 വർഷം കഴിഞ്ഞ് 3/4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് നേരെ 150ഓളം കോടിയായി. എന്ന് പറഞ്ഞാൽ 4 ഇരട്ടിയോളം കൂടിയുണ്ട്. അപ്പോൾ തന്നെ 2 ആയി തന്നെ കൂടെ കൂടി പോകും. അങ്ങനെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നത് നല്ലതല്ല. അതേസമയത്ത് ജനസംഖ്യ അല്ലെങ്കിൽ ക്രമാതീതമായി കുറയുന്നത് നല്ലതല്ല. ഇതിലൊക്കെ സമതുലിതാവസ്ഥ, ഈക്വലൈസേഷൻ ഉണ്ട്. അതാണ് പ്രകൃതി അംഗീകരിച്ചിരിക്കുന്നത്. കാർബൺ സൈക്കിൾ കേട്ടില്ല നമ്മൾ പഠിച്ചിട്ടില്ലേ? എല്ലാം അങ്ങനെ ഭൂമി ഉണ്ടായതിനു ശേഷം ഒരു കടുകുമണിയോളം ഭൂമിയുടെ തൂക്കം കൂടിയിട്ടില്ല എന്നുണ്ട്. കാരണം അങ്ങനെ മൊത്തത്തിൽ കാർബൺ സൈക്കിൾ നമ്മൾ പഠിച്ചില്ലേ? അതിങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കാതെ വലിപ്പം കൊണ്ടില്ല. ഈ അടുത്ത കാലത്തായി ചൈനയിലേക്ക് ചന്ദ്രനിലേക്ക് പോയാൽ അവിടുന്ന് കുറച്ച് പാറ കൊണ്ടുവന്നാണ്. അതല്ല ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പാറ കഷ്ണം ഒരുപക്ഷെ കൂടുതലാകാം. അപ്പോൾ വേറെ കാര്യമുണ്ട്, നമ്മൾ ഇവിടുന്ന് കുറേയധികം സാധനങ്ങൾ ശൂന്യാകാശം പോയിട്ടുണ്ട്, അപ്പോഴും ഭാരം വർദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ള രാജ്യത്ത്, അങ്ങനെയുള്ള സ്ഥലത്ത് നശിപ്പിക്കാനുള്ള സാധ്യതയെന്ന് മനസ്സിലായി. മുസ്ലിങ്ങൾ ഇങ്ങനെ കൂടാൻ സാധ്യതയെന്ന് മനസ്സിലായി. അതാണ്. പക്ഷെ ചില സമുദായങ്ങൾ എന്താണ് കുറയാൻ കാരണം? ഞാൻ ആദ്യം പറഞ്ഞ് യഥാർത്ഥ ദൈവം ആരാന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി. അപ്പോൾ അങ്ങനെ കുറവുണ്ട്. മറ്റൊന്ന്
പ്രസവിക്കാനോ അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ താല്പര്യമില്ല, പ്രസവം തന്നെ ഇല്ല, കല്യാണം തന്നെ വൈകുന്നു, 10-40 വയസ്സ് കഴിയുന്നു കല്യാണം കഴിക്കാൻ. അത് ഒരു കുട്ടി ആയാലായി, ബാക്കിയെല്ലാം പാത്രം ക്ലീൻ ചെയ്ത്, അതും എണ്ണം കുറയാൻ കാരണമുണ്ട്. അത് മുസ്ലിം സമുദായം അങ്ങനെയല്ല. ഒരു 18 വയസ്സാകുമ്പോൾ ഇവർക്ക് ലോകത്ത് തന്നെ ഒരു 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച് 2 കുട്ടികൾ, 2 കൂടുതലൊന്നും ഇല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകണം. ആ നിലക്ക് സത്യം ഇതായിരിക്കെ ഈ വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി കള്ളപ്രചരണം നടത്തുന്ന ഒരുപാട് കുബുദ്ധികളുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു റബ്ബർ പന്ത് എത്ര കണ്ട് ആഞ്ഞടിക്കും അത്ര കണ്ട് ഉയരത്തിൽ പോകും. ഒരു വസ്തുവിനെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ നാശത്തിൽ നിന്ന് വളർന്നു വരുമെന്നുള്ളൊരു സത്യമുണ്ട്. അതാണ് എൻ്റെ സൈക്കോളജി ഫിലോസഫിയും പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ജോസഫ് സാറിൻ്റെ കൈവെട്ടി, അത് 100% തെറ്റാണ്, ഒരു സംശയമാക്കാത്തില്ല. എന്തുകൊണ്ട് അറിയുമോ? ലോകത്ത് പറയുന്ന 4 മഹാന്മാരിൽ നിന്ന് ആദ്യത്തെ നമ്പർ 1 മുഹമ്മദ് നബി ആണ്, പ്രവാചകനാണ് എന്നാണ് അത് കരുതുന്നത്. അത്രയും വലിയ ഒരു വ്യക്തിത്വമുള്ള ഒരാളെ ആ ആളുടെ പേര് പറഞ്ഞ് എന്തെങ്കിലും ഒരു മോശം കാര്യം പറഞ്ഞുകൊണ്ട് ആ ആളിനും ആളുടെ സമുദായത്തിന് ഒന്നും പറ്റില്ല. അത് തന്നെയല്ല, ഇവിടെ മുഹമ്മദ് നബി എന്നും പറഞ്ഞില്ല ജോസഫ് സാറ്, വെറും മുഹമ്മദ് എന്ന് പറഞ്ഞോളൂ. അത് ദുർവ്യാഖ്യാനം ചെയ്ത് അവൻ്റെ കൈ വെട്ടിയത് 100% തെറ്റാണെന്ന് മാത്രമല്ല ഒരു ന്യായീകരണമില്ല. പക്ഷെ അതേ ജോസഫ് സാറ് അവിടെ കൈ വെട്ടിയത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതേ ജോസഫ് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞറിയോ, മദ്രസയിൽ അധ്യാപകർക്ക് സർക്കാർ ഖജാവിന് പണം കൊടുക്കാണ്, ഞാൻ ഉൾപ്പെടെ കൊടുക്കുക, ടാക്സിൽ എന്താ കൊടുക്കുന്നത്? അതൊക്കെ തന്തയില്ലായ്മ അറിവില്ലായ്മ തെറ്റിദ്ധാരണയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സർക്കാർ ഖജാവിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് വേണ്ടി ഈ രീതിയിൽ മദ്രസ അധ്യാപകർക്കൊന്നും കൊടുക്കുന്നില്ല. പിന്നെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് അധ്യാപകർക്ക് ക്ഷേമനിധി ഉപയോഗിച്ചു. ഇപ്പോൾ ഇവിടെ തൊഴിലാളി ക്ഷേമനിധി ഉണ്ട്, ഫിഷർമാർക്കുണ്ട്, ഒരുപാട് ക്ഷേമമില്ല. അതിൽ ഒരു വിഹിതം ഈ മദ്രസ അധ്യാപകർ അടക്കുന്നുണ്ട്. ആ അടക്കുന്ന എമൗണ്ടിൻ്റെ ബാങ്ക് ഇൻട്രസ്റ്റിൻ്റെ പകുതി പോലും ഇവിടെ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ എടുക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് പ്രചരണം എന്താണ്? സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് മദ്രസ അധ്യാപകർ കൊടുക്കുക. അതൊക്കെ നെറിവെട്ടല്ലോ വാക്കല്ലേ ജോസ് പറയും. നിങ്ങൾ അധ്യാപകനാണെങ്കിൽ നിങ്ങൾ അറിവുണ്ടായിക്കണല്ലോ. അധ്യാപകർക്ക് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ വസ്തുനിഷ്ഠമായിരിക്കും, സത്യസ്ഥമായിരിക്കുന്നതില്ലേ. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക വളരെ ഉത്തരവാദിത്തമുണ്ട്. ബേസിക്കലി ഐ എം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടി 4, 3, 6 എന്നാണ് പഠിപ്പിച്ചെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ രക്ഷകർത്താക്കൾ പറഞ്ഞാൽ അങ്ങനെയല്ല 4, 3, 7 പറഞ്ഞാൽ പറയും ഞങ്ങളുടെ സാറ് പറഞ്ഞിരിക്കുന്നത് 4, 3, 6 എന്നാണെന്ന്. അത്ര വിശ്വാസമുണ്ട് സാറുമാരോട് കുട്ടികൾക്ക്. വിശ്വാസം ഉണ്ടായിരിക്കണം. ആ സാറുമാർക്ക് അപ്പോൾ കുറേയധികം ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഉത്തരവാദിത്തം? സത്യമേ പറയുന്നത് കളവായിരിക്കരുത്. ഇത് കളവല്ലേ ജോസഫ് സാറേ? കളവല്ലേ? അതല്ലേ ക്രിസ്ത്യങ്കിയുടെ അല്ലെങ്കിൽ കാസയുടെ ഒരു നേതാവ് ഇന്ന് പറഞ്ഞ് 800 വർഷം മുമ്പ് ഗൗരി വന്ന് ഇന്ത്യയിൽ ആക്രമിച്ചു. അപ്പോൾ മരിച്ച പട്ടാളക്കാരെ അല്ലെങ്കിൽ ഹിന്ദു പുരുഷന്മാരുടെയൊക്കെ വിധവകൾ പേടിച്ചിട്ട് തീയിൽ ചാടി ചത്ത്, അങ്ങനെയാണ് സതിസമ്പ്രദായം തുടങ്ങിയതാണ്. എൻ്റെ കാസക്കൂസ കുട്ടന്മാരെ, അതാണ് സത്യം. അത് സത്യമല്ലെന്ന് നെറ്റിൽ അടിച്ചാൽ കിട്ടുമല്ലോ. വാസ്തവത്തിൽ എന്താണ് ചെയ്തത്? അക്ബർ ചക്രവർത്തിയാണ് സതിസമ്പ്രദായം നിർത്താൻ ആദ്യമായിട്ട് ശ്രമിച്ച ആൾ. പക്ഷെ അന്നെന്തോ പൂർണ്ണമായിട്ട് വിജയിച്ചില്ല. അത് ശരി, രാജാറാം മോഹൻ റോയ് വന്നാണ് അത് നിരോധിച്ചതൊക്കെ. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, മുസ്ലിം സമുദായത്തെ ലോകത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വളരുകയുള്ളൂ, നശിക്കില്ല എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. മുസ്ലിം സമുദായം ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ നശിപ്പിക്കാൻ ഇന്ന് ലോകത്ത് ഒരു ശക്തിയും സാധ്യമല്ലെന്നും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹം ഉത്തരം വളർന്നു വരികയാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കുക? അതുകൊണ്ട് എന്ത് നമുക്കറിയാം? നിങ്ങൾ തല ഉയർത്തി ആത്മാഭിമാനത്തോടെ നിൽക്കണം. ഇന്ത്യയിൽ ദളിതുകൾക്ക് ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം കൊടുത്ത് അംബേദ്കറാണ്. അംബേദ്കറോട് മൊയ്തീൻ ഷാ ഒന്നിക്കല്ല, അംബേദ്കർ എവിടെ കിടന്നു, മൊയ്തീൻ ഷാ എവിടെ കിടന്നു. പക്ഷേ എങ്കിലും മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പും പറയുന്നത് അങ്ങനെ ഭയന്നും പേടിച്ചും കഴിയുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. കുറേ പേരെങ്കിലും അങ്ങനെ ഭയപ്പെട്ട ഒരു കാര്യമില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ നശിപ്പിക്കാൻ ഒരു ശക്തിക്ക് ലോകത്ത് സാധ്യമല്ല. മറ്റൊന്ന്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാഭിമാനത്തോടുകൂടി അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. അത് തെറ്റില്ല. നാം നമ്മുടെ സമുദായത്തിന് വേണ്ടി അവകാശം നേടിയെടുത്താൽ അത് പറയുകയില്ല. പക്ഷെ മറ്റുള്ളവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മൾ തട്ടിയെടുക്കുകയാണെങ്കിൽ
അത് വർഗീയതയാണ്. അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി, കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചിത്ര കാലം 10 വർഷമായി, BJP ഒരു 11 വർഷമായി, വാജ്പേയി കുറേ കാലം ഉണ്ടായി. ഇന്ത്യയിൽ ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 35 കോടി ജനങ്ങളുണ്ടായപ്പോൾ അത് പറഞ്ഞില്ല, 30% വോട്ട് ചെയ്തുള്ളൂ. അതിൽ നിന്നൊരു ആളെയാണ് പ്രധാനമന്ത്രി ആക്കിയത്. ഓക്കെ, അന്ന് 100ഓളം മുസ്ലിം MP മാരുണ്ടായിരുന്നു. സോറി, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ കോൺഗ്രസ് കുറ്റപ്പെടുത്തല്ല. 100ഓളം മുസ്ലിം MP മാരുണ്ടാവും. ഇന്നത് കുറഞ്ഞു, ജനസംഖ്യ 150 കോടി ആയപ്പോഴും ഏതാണ്ട് 20 മറ്റുമായി. ഏറ്റവും വലിയ പാർട്ടി BJPക്ക് മുസ്ലിം സ്ഥാനാർത്ഥികൾ MP മാരേ ഇല്ല, പണ്ടുണ്ടായപ്പോൾ ഇല്ല. അതിന് ഉത്തരവാദിത്തം BJP മാത്രമാണോ? വേണമെങ്കിൽ കോൺഗ്രസ് കൂടിയല്ലേ? തന്നെയുമല്ല, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ എൻ്റെ 2000 വരെ 47 53 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം 1 ലക്ഷത്തോളം വർഗീയത ഉണ്ടായിട്ടുണ്ട്. അത് 4 കോടിയോളം ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. അതിൽ 90% മുസ്ലിം, ബാക്കി 10% ദളിതുകളാണ്. മുന്നോക്കൊന്നും ആരും മരിച്ചിട്ടില്ല. അന്നും രാജ്യം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ? അതേ സ്ഥാനത്ത് അന്നും RSS ഉണ്ട്. RSSനെ കോൺഗ്രസിലെ ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും. ഇന്ന് കേരള ഗവൺമെൻറ് ഇവിടെ RSSനെ അല്ലെങ്കിൽ സംഘപരിവാറിനെ രഹസ്യമായിട്ട് പരസ്യമായിട്ട് അനുകൂലിക്കുന്ന പോലെ സഹായം ചെയ്ത് കൊടുക്കുന്ന പോലെ അന്ന് കോൺഗ്രസിൽ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗം അന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് മനസ്സിലാവും. ഇന്ന് പിണറായി സർക്കാർ ചെയ്യുന്ന എന്താ വെച്ചാൽ അത് വച്ചു നോക്കി, അതിൻ്റെ മറ്റൊരു ഇത് B ആണെങ്കിൽ മറ്റു A പട്ടികയായിരുന്നു കോൺഗ്രസ് കൂടെ. അതാണ് ഉണ്ടാക്കിയത്. പക്ഷെ അതിനുശേഷം വർഗീയത ഇല്ലെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ഉണ്ട്. അതിൻ്റെ കാരണം വേറെ ഉണ്ട്. കള്ളത്തിൻ്റെ കാവലേൽപ്പിച്ച എന്ന് പറയുന്ന പോലെ തന്നെയാണ്, കള്ളത്തിൻ്റെ കാവലേൽപ്പിക്കും പോലെ. അതൊക്കെ വലിയ കാര്യമാണ്. പിന്നെ വേറൊരു കാര്യമുള്ളൂ, ഈ അന്ധമായ RSS വിരോധമാണ് മുസ്ലിങ്ങൾക്കുള്ളതെങ്കിൽ അന്ധമായ മുസ്ലിം വിരോധമാണ് RSS ഉണ്ട്. അത് രണ്ടും അഭിപ്രായമല്ല, കാലഹരണപ്പെട്ടാണ്. അന്നത്തെ RSS സ്ഥാപക നേതാക്കൾ പറഞ്ഞ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകളാണ് ആഭ്യന്തര ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ 100 വർഷം മുമ്പ് പറഞ്ഞതല്ലേ? അത് ശരി, എന്തെല്ലാം മാറ്റം വന്ന്. അന്ന് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചിട്ടില്ല. ഏതാണ്ട് 50-50 മുസ്ലിമും 50 ഹിന്ദു ഒക്കെ ആയിരുന്നു. അതൊക്കെ മാറി കാലം ഒഴുകി. ഇപ്പോൾ RSSന് പോലും അങ്ങനെ അന്ധമായ മുസ്ലിം വിരോധം വേണ്ട എന്ന് താത്വികമായിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് വന്നിട്ടില്ല, അത് പെട്ടെന്ന് വരുമില്ലല്ലോ. അതിൽ മുസ്ലിം സമുദായത്തിലുണ്ട് അങ്ങനെ അന്ധമായിട്ട് പണിക്ക് നിർത്തേണ്ട വിഭാഗമല്ല RSS എന്നും ഒരു താത്വികമായിട്ട് ചെന്നിട്ട്. ഇതെല്ലാം താത്വിക വശങ്ങളിൽ പ്രായമാക്കുവാണ് മുന്നോട്ട് പോകുള്ളൂ. പ്രായമാക്കണം. ഞങ്ങൾ അതിനും കൂടെ ശ്രമം നടത്തുന്നുണ്ട്. എന്നുവെച്ചാൽ അപ്പോൾ RSSനെ വെള്ളപൂശാനല്ല, ഇനി ഒരു ലഹളി ഉണ്ടാക്കി സംഘപരിവാറും RSSും മുസ്ലിങ്ങളും തമ്മിലുണ്ടാക്കി, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും RSSും ഉണ്ടാക്കി, അതൊന്നും രാജ്യ പുരോഗതി തടസ്സമാണ്. അതുകൊണ്ട് RSS വളരില്ല, പിന്നെ ന്യൂനപക്ഷങ്ങൾ വളരില്ല. തന്നെയുമല്ല, ഇപ്പം RSS ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് 100 വർഷമായെന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ വളർച്ച എടുത്തു നോക്ക്. ഇന്ത്യയിൽ വളർച്ച ഹിന്ദു സമുദായമാണല്ലോ. ഹിന്ദു സമുദായത്തിൽ എന്ത് വളർച്ച ഉണ്ടായതാണ്? ഇത് ലോകത്ത് ദാരിദ്ര്യത്തിൽ 1-ാം സ്ഥാനം. 50% പേര് നിരക്ഷരരാണ്, ഇല്ലിറ്ററസി, അക്ഷരാഭ്യാസം ഇല്ലാത്തതാണ് ഇന്ത്യയിൽ. 50% പേരാണ് ദരിദ്രത്തിൽ താഴെയാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നലെ ദീപാവലി കൊണ്ടാടി, ഇന്നലെ മിനിയാന്ന്. ഇന്നിപ്പോൾ അവിടുത്തെ വായു മലിനീകരണം അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ലോകത്ത് 200ഓളം പട്ടണങ്ങളിൽ ഡൽഹിയാണ് ഏറ്റവും സൂപ്പറായിട്ട് വായു മലിനീകരണമുള്ളത്. ഞാനൊക്കെ ജനതാദളിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞങ്ങൾ ഡൽഹിയിലേക്ക് യാത്ര പോകുമ്പോൾ മാസമൊരിക്കൽ കമ്മിറ്റി കൊണ്ടുവരും. ഞാനൊക്കെ ഇപ്പോൾ പോകുന്ന ഫ്ലൈറ്റിൽ പോകണം, അത് രാവിലെ തൊട്ട് വൈകിട്ട് പോയാണ്. അവിടെ ചെന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത് കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിക്ക് മാറ്റിയപ്പോൾ അവർ ആ നേതാക്കൾ പോയത് ചമ്പൽ താഴ്വര വഴിയാണ്. ചമ്പൽ കാട് എന്നും പറയും. ആ ചമ്പൽ താഴ്വര പോയ നേതാക്കൾ അത് അവിടെയാണ് തുടങ്ങിയതെങ്കിൽ ഇന്നും മനുഷ്യ പാദസ്പർശം ഏൽക്കാത്ത ആയിരക്കണക്കിന് കിലോമീറ്ററാണ് ഈ ചമ്പൽ താഴ്വര കിടക്കുന്നത്. നമുക്ക് ഡൽഹിയിൽ പോകുമ്പോൾ കാണാമല്ലോ, തീവണ്ടി എത്ര മണിക്കൂർ ഓടിയാലോ ഒരറ്റത്ത് നിന്ന് മറ്റത്ത് എത്തുന്നത്. ആ സ്ഥലത്താണ് തുടങ്ങിയതെങ്കിൽ എന്ത് സംഭവിക്കാമെന്നോ, ഇന്ന് അത് ലോകത്തെ നമ്പർ 1 പട്ടണമായതിനെ. ഇന്നിപ്പോൾ ഡൽഹിക്ക് പോകാൻ പറ്റില്ല. ഇന്നലെ പടക്ക വിതരണം ഏതാണ്ട് കേരളത്തിലെ പകുതിയിൽ കൂടുതൽ കേരളത്തെ ഏതാണ്ട് 3/4 ഭാഗം ജനസംഖ്യയുണ്ട് ചെറിയ പട്ടണത്തിൽ ഡൽഹിയിൽ. അതെല്ലാ വീടും അടുത്തടുത്തത്.
ഇത് പടക്കം ഉപയോഗിക്കാൻ പാടില്ലെന്ന് കോടതി പറഞ്ഞെങ്കിലും പിന്നെ ചില ആനുകൂല്യം വിട്ടുകൊടുത്തു. ആനുകൂല്യം കൊടുത്തപ്പോൾ എല്ലാവരും ഉപയോഗിച്ചു. അങ്ങനെ പുക ശല്യമായി. പല പല കാര്യങ്ങളുണ്ട്. വായു മലിനീകരണത്തിൽ നമ്പർ 1. ഇത് തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് വരും. ഈ നിലയ്ക്കോലും 5-10 വർഷത്തേക്ക് അവിടെ വായു മലിനീകരണം. അതുകൊണ്ടൊക്കെ നമ്മൾ അവിടുത്തെ തലസ്ഥാനം മാറ്റുക എന്നുള്ള രീതി നമ്മൾ പറയുന്നില്ല. അത് പോളിസി മാറ്റർ ആയിട്ട് പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യ കേരളത്തിൽ അത് കൊരട്ടി ഭാഗത്ത് ഒക്കെ മാറ്റണം എന്നുള്ള ശ്രമത്തിൽ ഞങ്ങൾ നടത്താൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 20% വരുന്ന അല്ലെങ്കിൽ 30 കോടികളും വരുന്ന മുസ്ലിം സമുദായത്തിന് ഇവിടുത്തെ രാഷ്ട്രീയ മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് വേണ്ടത്ര അംഗീകാരം കൊടുക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. കൊടുക്കുന്നില്ല. കൊച്ചു കേരളം എടുത്ത് നമ്മൾ 200 100 എംപിമാരുണ്ടായതിപ്പോൾ 20 കുറഞ്ഞു. ഈ കേരളം എടുത്താൽ പോലും കേരളത്തിൽ 3 KPCCക്ക് 3 പ്രധാന ഇതുണ്ട് കോൺഗ്രസ്സിന്. ഒന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KSU സംസ്ഥാന പ്രസിഡന്റ്. ഇത് 3ഉം ഈ 40% വരുന്ന മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന കാര്യം ചിന്തിക്കുന്നേയില്ല. ഇതിനു മുൻപ് നമ്മൾ RJD പിന്നീട് നമ്മുടെ CP ജോൺ സാറിനോട് ഞങ്ങൾ പറഞ്ഞു, അന്ന് കോൺഗ്രസിന്റെ കാലത്ത് പിന്നെ എന്താണ് ചെയർമാനായിട്ട് ഉമ്മൻചാണ്ടി, കൺവീനർ തങ്കച്ചൻ, 2 പേരും മരിച്ചുപോയി. 3-ാം ആള് പ്രശ്നം തീർക്കാൻ വേണ്ടി കൺവീനറായിട്ട് സെക്രട്ടറിയായിട്ട് ജോണി നെല്ലൂർ. 3-10%. ആകെ 15% ക്രിസ്ത്യൻസാണ് കേരളത്തിലുള്ളത്. അല്ല 5% കൺവെർട്ട് ക്രിസ്ത്യാനെല്ലാം ദളിതല്ല അതിൽ നിൽക്കുകയാണ്. ബാക്കി 10% ഉള്ളൂ. അതിലാണ് ഈ 3 സ്ഥാനം. അന്ന് ഞാൻ CP ജോൺ സാറോട് പറഞ്ഞു, സാറേ അപകടത്തിലേക്ക് പോകുന്നത്. എന്നെ സംബന്ധിച്ച് 100% ക്രിസ്ത്യൻ സമുദായം കൊടുത്ത് എനിക്ക് പരാതിയില്ല. കാരണം എനിക്ക് ആ സമുദായത്തെ കുറിച്ച് അഭേദ്യ ബന്ധമുള്ള. പക്ഷേ എനിക്കും അവർക്ക് ഒരു വോട്ടല്ലുള്ളൂ. ആ 3 പ്രാവശ്യം വന്ന് കൊടുത്ത് എന്നിട്ട് അത് മാറ്റി 2 പ്രാവശ്യം ഭരണം പോയില്ലേ. ഇപ്പോൾ വന്നപ്പോൾ അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വേണം, മറ്റേ സാമൂഹ്യം മറ്റേ ഇത് വേണം, പിന്നെ അലോഷ്യസിന് KSU 3 ക്രിസ്ത്യൻ സമുദായത്തിൽ കൊടുക്കാതെ. അപ്പോൾ ആരോ പറഞ്ഞ് മൊയ്തീൻ ഷേ പോലുള്ള ഗ്രൂപ്പുകൾ ജീവിച്ചിരിക്കാതെ ഇന്ത്യയിലെ അവരെ തല്ലിക്കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ അവർ സമ്മതല്ലേ, അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനം ഈഴവന് കൊടുത്തത്, ചോന് കൊടുത്തു. ജോയി എന്ന് പറഞ്ഞ ആളുടെ മോന്. പക്ഷേ അവർക്ക് കൊടുക്കൽ കുറ്റമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസിൻ്റെ നേതാക്കളും UDF നേതാക്കളും ലീഗും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ആകെ 23% കേരളത്തിൽ ഈഴവാസുള്ളത്. 25 കുറഞ്ഞ് 21. ആ 21%-ൽ 80% വോട്ട് കൊടുക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. കഴിഞ്ഞ ഇലക്ഷൻ വരെ ഇത്തവണ 3ാമത് പിണറായി സർക്കാർ വരുന്നുണ്ടെങ്കിൽ 90% കൊടുക്കാൻ അത് തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ 100 ഈഴവൻ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 ഈഴവൻ വോട്ടാണ് UDF കിട്ടുന്നത്, കോൺഗ്രസ് കിട്ടുന്നത്. 100 നായർ വന്ന് ചെയ്യുമ്പോൾ 1 നായർ വോട്ട് കിട്ടുന്നത്. 100 ദളിത് വരുമ്പോൾ 1 ദളിതിൻ്റെ വോട്ടാണ് കിട്ടുന്നത്. പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ 100 വരുന്ന 5 പേരെങ്കിലും കോൺഗ്രസ് കിട്ടും. അതാണ് കൂടുതൽ കിട്ടുന്നത്. ബാക്കി വോട്ട് കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നതും ആ വിടവ് നിർത്തിയതും ഈ 1 കോടിയിൽ പരം ലീഗല്ലാത്ത കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത മുസ്ലിങ്ങളെ കൊണ്ടാണ്. ലീഗാകെ 25 ലക്ഷമുള്ളൂ. ലീഗ് അനുഭാവികളായിട്ട് 25 ലക്ഷമുള്ളൂ. ബാക്കി 1,40,00,000 ഒരു 5-10 ലക്ഷം പണ്ട് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ അത് കുറച്ച് 5 ലക്ഷമായി. ഈ 5 ലക്ഷത്തിൽ ബാക്കി 1,40,000 25-30 1,10 ലീഗിന് കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ മുസ്ലിങ്ങൾ അവർ വോട്ട് കൊണ്ടാണ് ഇത്രയും കാലം കരുണാകരൻ ഉൾപ്പെടെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഭരിച്ചത്. അപ്പോൾ ഇപ്പോൾ പണ്ട് അംബേദ്കർ പറഞ്ഞ പോലെ ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട എന്നുള്ളൊരു മുദ്രാവാക്യം വളർന്നു വരുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കണം, അല്ലെങ്കിൽ വിജയിക്കില്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഇപ്പോഴും 3 പേരും ക്രിസ്ത്യാനി കൊടുക്കാൻ ഉദ്ദേശിച്ചു. പക്ഷെ അത് പിന്നെ അവസാനം ഒന്ന് ചോനാക്കി. ചോറ് കൊടുത്ത് കാര്യമുണ്ടോ? ആകെയുള്ള വോട്ടർമാർ ഒരു 40% വോട്ടെങ്കിലും കോൺഗ്രസിന് വരുത്താൻ കഴിവുള്ള നേതാക്കൾ വേണം. അതില്ല. എന്നിട്ട് 9% നായർ വിഭാഗത്തിൽ 8 പേർക്ക് മുഖ്യമന്ത്രി കാണും. ഒരു വോട്ട് ചെയ്യുന്ന ഈഴ് വിഭാഗത്തിൽ വേണം മുഖ്യമന്ത്രി സ്ഥാനം, പിന്നെ ഒരു വോട്ട് ചെയ്യുന്ന ദളിതിന് വേണം മുഖ്യമന്ത്രി സ്ഥാനം. മുസ്ലിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നേ ഇല്ല. മണ്ടന്മാർ അതാണുള്ള പോയി കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞു ആ പേര് മാറ്റി ദേശീയ ധാരയിൽ നിന്നിരുന്നെങ്കിൽ ആത്മാഭിമാനത്തോടെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഞങ്ങൾ നിൽക്കാമെന്ന് പറയാമായിരുന്നു. ഇതെങ്ങനെ പറയൂടോ? മുസ്ലിം എന്ന പേരിൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആത്മാഭിമാനത്തിൽ നിൽക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞാൽ എന്താ കാര്യമല്ലേ? വല്ല ലോജിക്കുണ്ടോ? അതാണ് ഈ മണ്ടന്മാരെ മുസ്ലിം ലീഗാണ് ഈ സമുദായത്തിൽ ഇത്രയും മതം പതിപ്പിക്കുന്നത്. അവർ നന്നാവില്ല, മറ്റുള്ളത് നന്നാക്കിയില്ല. കോഴിയുടെ സ്വഭാവമാണ്.
അയൽപക്കത്ത് വീട്ടിൽ പോയി നെല്ല് ഇന്നെ കാക്കര വിടില്ല, ഇവിടെ നെല്ല് തിരിച്ചിക്കില്ല. നെല്ല് ഇനം വരുമ്പോൾ ഓടിക്കും, എന്നാൽ അകത്തേക്ക് ഓടിക്കില്ല, ആദ്യം ദൂരിട്ട് വിടില്ല. അതുപോലെയാണ് അവരിട്ട് നന്നാക്കില്ല, സമുദായം നന്നാക്കിയില്ല. അല്ലെങ്കിൽ 40% മുസ്ലിങ്ങളിലെ ഒരു സമുദായത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? ഇത് മുഖ്യമന്ത്രി ലിസ്റ്റിൽ പോലും എഴുതുന്നുണ്ട്. മുഖ്യമന്ത്രി ചിന്ത പോലും അവർ കള്ളിയുണ്ടോ? ഒരു സമയത്ത് എങ്ങനെയോ ഒലക്ക് വീണ് ചത്ത, പിന്നെ എന്താണ് ചക്ക വീണ് മൊയിലി എത്തുവാൻ പോലെ എങ്ങനെയോ CH ഉമ്മ സാഹിബ് രക്ഷയില്ലാതെ ആക്കി. അത് 40 ദിവസം ഒരു പക്കം നിന്നുള്ളൂ. ഒരു പക്കത്ത് ശബരിമല സീസണിൽ ഒരു കാലം, ഒരു മണ്ഡലക്കാലം. അപ്പോഴേക്കും ആന്റണി കാലുവാരി. ആന്റണിയെ കുറ്റി അപ്പോൾ പറയുന്നില്ല, കാരണം അദ്ദേഹത്തെ തിരുവരങ്ങാടിയിൽ നിന്ന് 99% മുസ്ലിങ്ങളിൽ നിന്ന് ജയിപ്പിച്ചാണ്. അത് മുകളിൽ നിന്ന് തോറ്റുമില്ല, അതൊക്കെ ഉണ്ട്, പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം കാലുവാരി താഴെ ഇറക്കി. അപ്പം എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നിങ്ങൾക്ക് മുഖ്യ സ്ഥാനം ആവശ്യപ്പെടാൻ പറ്റാത്തത്? ഒറ്റ കാരണമുള്ളൂ, നിങ്ങൾ ആ മുസ്ലിം എന്ന പേര് ഉപയോഗിക്കുന്നു. മുസ്ലിം എന്ന പേരിന് യാതൊരു കുഴപ്പമില്ല. അത് ലോകത്തെ മറ്റ് ഏതൊരു മതത്തെക്കാളും ഒപ്പം ഒരുപടി മുന്നിലാണ് ആ സമുദായം അല്ലെങ്കിൽ മതം. പക്ഷെ നിങ്ങൾ ഭൗതികമാണ് രാഷ്ട്രീയം, ഭൗതികത്തിലെ പേര് ഉപയോഗിക്കാൻ അപകടം വരുന്നത്. അത് നിങ്ങൾ മാറ്റി ദേശീയതയിൽ നിന്നെങ്കിൽ നിങ്ങൾക്ക് വളരാമായിരുന്നു. ഇനിയും അവസരമുണ്ട്. പക്ഷെ 80 വർഷമായിട്ട് മുസ്ലിം ലീഗ് ആ നിന്നെടുത്തുനിന്ന് പടവലങ്ങ വലുമ്പോൾ പാട് താഴോട്ട് പോയതില്ലേ? UP യിലും ബീഹാറിലൊക്കെ എത്ര നേതാക്കളും MP മാരൊക്കെ ഉണ്ടായതാണ്. ഇന്ന് ആരെങ്കിലും ഉണ്ടോ? ഇപ്പം മുസ്ലിം ലീഗിൻ്റെ 4-5 ഇന്റർനാഷണൽ നേതാക്കൾ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് UP യിൽ മത്സരിക്കാൻ പോയി. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ 4 സീറ്റിൽ മത്സരിച്ചു, 104 വോട്ട് കിട്ടി. വല്ല കാര്യമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനോടോ മുസ്ലിങ്ങളോടോ എനിക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല. മാത്രം ഞാൻ ബഹുമാനിക്കുക, ആദരിക്കുക തങ്ങൾ ഉൾപ്പെടെ. പക്ഷെ മണ്ടത്തും കാണിക്കുക ആരായാലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതിൽ ബുദ്ധിയുള്ള ശത്രുവാണെങ്കിൽ പോലും നമ്മൾ, കഴിവുള്ള ശത്രുവാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. അതാണ് നമ്മുടെ പോളിസി. അത് സത്യം പറഞ്ഞ് അകലുന്നേക്കാൾ നല്ലതല്ല കളവ് പറഞ്ഞ് അടുക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള കളവ് പറഞ്ഞ് അടുക്കുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ അകലാണ്. അതാണ് ഞങ്ങളുടെ പോളിസി. അല്ലാതെ ലീഗിനോട് നമുക്ക് ഒരു എതിർപ്പില്ല, ഒരു ന്യൂനപക്ഷ പാർട്ടി എതിർക്കാൻ ഒരു കാര്യമില്ല. പക്ഷെ അവരെ പേര് മാറ്റി മുന്നോട്ട് പോയി അത് നല്ലതാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരവസരം ലോകത്തുണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അത് നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെന്ന് ഒതുക്കാൻ ഒരു ശക്തിക്ക് ലോകം സാധ്യമല്ല. ഒന്നൊടുക്കാനും പറ്റില്ല, അല്ലാതെ ഒതുക്കാനും പറ്റില്ല. പിന്നെ ഒറ്റയും തെറ്റേക്ക് അതിപ്പോൾ ഒരു കുടുംബമായി കഴിഞ്ഞാൽ ജ്യേഷ്ഠന്മാർ ഉണ്ടാക്കി കൊലപാതകമൊക്കെ ആദമിൻ്റെ കാലത്ത് ഉണ്ടായില്ലേ? അത് സ്വാഭാവികമാണ്. അതൊരു ഇത്രയും വലിയ ജനസംഖ്യയും ഇത്രയും വലിയ 6008 ജാതിയുണ്ട് ഇന്ത്യയിൽ. 6008 ജാതിയിലെ ഇന്ത്യയിൽ എത്ര ഭാഷകൾ, ഇതുപോലെ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങൾ ഒരു രാജ്യം ലോകത്തില്ല. ചൈനയിലേക്ക് ഒരു മതമുള്ളൂ. ബ്രിട്ടീഷ് സാഹിബന്മാരൊക്കെ ഒറ്റ മതമുള്ളൂ. ഇതല്ല 1008 ജാതി, എത്ര മതങ്ങൾ, എത്ര ഭാഷകൾ. അങ്ങനെയുള്ള രാജ്യത്ത്, അതും ദാരിദ്ര്യത്തിൽ 50% താഴെ, ഇല്ലിറ്ററസി, അക്ഷരാഭ്യാസത ഇല്ലാത്തതിൽ 50, അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും കാലം മുന്നോട്ട് പോകുന്നത് നമ്മുടെ പട്ടാളത്തിൻ്റെ ഒരു പ്രത്യേക സന്നാഹമുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ട് നശിച്ചവര്, നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളിൽ നിന്നും ഇല്ല, ആ പേരും ഇല്ല. നമ്മളിപ്പോൾ നിലനിൽക്കുകയാണ് ചില പോരായ്മണ്ടെങ്കിലും. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും മുസ്ലിം സമുദായത്തോട് പ്രത്യേകം നിങ്ങൾ ആത്മാഭിമാനം പണയം വയ്ക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ആത്മാഭിമാനം ജീവിക്കാനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടെന്നും കേരളത്തിലുണ്ടെന്നും എറണാകുളത്തുണ്ടെന്നും പറയണം. പിന്നെ ആവശ്യമില്ലാതെ ഈ സമുദായത്തിൻ്റെ മുഖത്തേക്ക് കയറി അവർ തകർക്കാൻ നോക്കിയാൽ അത് വളരുള്ളൂ. ലക്ഷ്യമതാണ്. പിന്നെ കോൺഗ്രസ് കുറച്ചുകൂടി കാണിക്കണം. കാരണം സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ ഈ സമുദായത്തിന് മാന്യമൊരു അംഗീകാരം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പേരയ്ക്ക് കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി വളരെ മോശമാണ്. കാരണം അനുകൂലമായ സാഹചര്യങ്ങൾക്ക് മാറി 110 സീറ്റ് പറഞ്ഞ സതീഷ് ചിലപ്പോൾ 100ആയി, ഇനിയിപ്പോൾ ചിലപ്പോൾ 90 ഇങ്ങനെ പോകും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, UDF അധികാരത്തിൽ കയറ്റി LDF തദ്വാര LDF നിലനിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് LDF വിരോധം കൊണ്ടോ UDF സ്നേഹം കൊണ്ടല്ല, UDF അത്ര മഹത്വം ഉണ്ടായിട്ടുമല്ല. പക്ഷേ UDF ഇത്തവണ ജയിച്ചില്ലെങ്കിൽ LDF ജയിച്ചു കഴിഞ്ഞാൽ LDF അതുകൂടി ത്രിപുര പോലെ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ പോലെ നശിച്ചു പോകും. അതാണ് ഇവിടെ ചില ആൾക്കാരും ചില വിങ്ങുകളും ശ്രമിക്കുന്നത്. പക്ഷെ അതിന് അത്ര ഈസിയായിട്ട് പങ്കിട്ട് കൊടുക്കരുത് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കുറേ ഈ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെല്ലാവരും വിട്ടുവീഴ്ച മനോഭാവത്തെ ചെയ്ത് ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും, പിന്നെ ഈ സമയം വൈകിൽ നിങ്ങൾ ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചോളും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.